നമസ്കാരം. റൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചലിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവ് സക്കീർ ഹുസൈന്റെ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ച നിലയിൽ. കോൺഗ്രസ് അഗസ്ത്യക്കോട് വാർഡ് കമ്മിറ്റി അമ്പലമുഖൽ സ്ഥാപിച്ച സക്കീർ ഹുസൈന്റെ ഫ്ലെക്സ് ബോർഡാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. സംഭവത്തിൽ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. പ്രദേശത്ത് സംഘർഷം ഉണ്ടാക്കുവാനുള്ള പരിശ്രമമാണ് സാമൂഹ്യ വിരുദ്ധർ ചെയ്തിട്ടുള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. മരണപ്പെട്ട ഒരാളുടെ ഫോട്ടോയോട് പോലും അസഹിഷ്ണുത കാണിക്കുന്ന സാമൂഹ്യ ദ്രോഹികളെ ജനമധ്യത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി അന്വേഷണം നടത്തണമെന്നും ഇത്തരക്കാർക്കെതിരെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രതികരിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. മരണത്തോടനുബന്ധിച്ചാണ് അഗസ്ത്യക്കോട് 9-ാം വാർഡ് ഇതുപോലെ ഒരു ബോർഡ് വെച്ചത്. ഒരു മതേതരത്വത്തിൻ്റെ മുഖമായി 10-45 വർഷം അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും ഒക്കെ അത്താണിയായിട്ട് സ്വന്തം ജീവിതം തന്നെ രാഷ്ട്രീയത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ശ്രീ സക്കീർ ഹുസൈനെ ആത്മാവിന് പോലും ദുഃഖമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഈ സാമൂഹിക ദ്രോഹികളെയും കൊണ്ട് നടന്നത്. ആരായാലും ശരി, ഇവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിനെ ശക്തമായി അഗസ്ത്യക്കോട് 9-ാം വാർഡ് കമ്മിറ്റിയും അതുപോലെ തന്നെ കോൺഗ്രസ് അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെയും ബ്ലോക്ക് കമ്മിറ്റിയുടെയും ഒക്കെ പ്രതിഷേധം ഈ അവസരത്തിൽ പറയുകയാണ്. സക്കീർ ഹുസൈനെ പോലെയുള്ള പിന്തുണയുള്ള ഒരു നേതാവിൻ്റെ ബോർഡാണ് നമ്മളിവിടെ വെച്ചിരുന്നത്. അദ്ദേഹത്തിനോട് ഇത് കാണിക്കാൻ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സമയമെങ്കിലും ഈ ഇതൊക്കെ വലിച്ചു കയറിയ സാമൂഹ്യ ദ്രോഹികൾ അദ്ദേഹത്തിൻ്റെ സേവനം ലഭിച്ചിട്ടുള്ള ഒരാളായിരിക്കാം. കാരണമെന്ന് പറഞ്ഞാൽ ആരുടെയും ശത്രുമിത്ര ഭേദമില്ലാതെ എല്ലാവരെയും സഹായിക്കുന്ന ഒരാളായിരുന്നു ശ്രീ സക്കീർ ഹുസൈൻ. അദ്ദേഹത്തിൻ്റെ ഈ ചിത്രത്തിന് മുമ്പിൽ കാണിച്ച ഈ അവഹേളന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ക്ഷമിക്കുവാൻ കഴിയുന്ന ഒന്നല്ല എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. ഇതിലെ എല്ലാ ജനവിഭാഗങ്ങളും ഇതിനെതിരെ പ്രതികരിക്കണം. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ ഇതിനെതിരെ പ്രതികരിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. വിഷയത്തിൽ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. റൂത്ത് ന്യൂസ്, അഞ്ചൽ.